ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള നവോത്ഥാന നായകന്മാരിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചതെവിടെ? ചിറയൻകീഴ് താലൂക്കിലെ വക്കത്താണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ചിറയൻകീഴ് താലൂക്കിലെ വക്കത്താണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രം ഏതാണ്? സ്വദേശാഭിമാനി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? 1905 അഞ്ചുതെങ്ങിൽ വെച്ചാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905 അഞ്ചുതെങ്ങിൽ വെച്ച്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ ആരംഭിച്ച മാസിക ഏത്? 1906 ആരംഭിച്ച മുസ്ലിം ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ ആരംഭിച്ച മാസിക ഏത്? 1906 ആരംഭിച്ച മുസ്ലിം ആണ്. മുസ്ലിം ലീഗ് ആഖാഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1906. മുസ്ലിം ലീഗ് ആഖാഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷമാണ് 1906. അൽ ഇസ്ലാം എന്താണ്? അറബി മലയാളം മാസിക. അൽ ഇസ്ലാം എന്നത് അറബി മലയാളത്തിലുള്ള മാസികയാണ്. 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച അറബി മലയാളം മാസിക ഏതാണ്? അൽ ഇസ്ലാം. 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച അറബി മലയാളം മാസികയാണ് അൽ ഇസ്ലാം. 1931 പ്രസിദ്ധീകരിച്ച അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണമാണ് ദീപിക. 1931 പ്രസിദ്ധീകരിച്ച അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണമാണ് ദീപിക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികൾ ഏതെല്ലാമാണ്? ദൗ ഉസ്സബാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികളാണ് ദൗ ഉസ്സബാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ചിറയൻകീഴ് താലൂക്കിൽ മുസ്ലിം സമാജം രൂപീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചിറയൻകീഴ് താലൂക്കിൽ മുസ്ലിം സമാജം രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സമാജം സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സമാജം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ധർമ്മപോഷിണി പ്രസിദ്ധീകരണം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ധർമ്മപോഷിണി പ്രസിദ്ധീകരണം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടുള്ള ഫാക്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് എവിടെയാണ്? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രം ഏത്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്?
സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ വേണ്ടി ആരംഭിച്ച മാസിക ഏത്? മുസ്ലിം ലീഗ് ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷം ഏതാണ്? അൽ ഇസ്ലാം എന്താണ്? 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച അറബി മലയാളം മാസിക ഏതാണ്? 1931 പ്രസിദ്ധീകരിച്ച അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികൾ ഏതെല്ലാമാണ്? ചിറയൻകീഴ് താലൂക്കിൽ മുസ്ലിം സമാജം രൂപീകരിച്ചത് ആരാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരംഭിച്ചത് ആരാണ്? ഇസ്ലാം ധർമ്മപരിപാലന സമാജം സ്ഥാപിച്ചത് ആരാണ്? മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ധർമ്മപോഷിണി പ്രസിദ്ധീകരണം ആരുടേതാണ്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് എവിടെയാണ്? ചിറയൻകീഴ് താലൂക്കിലെ വക്കത്താണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രം ഏതാണ്? സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് എവിടെ വെച്ചാണ്? 1905 അഞ്ചുതെങ്ങിൽ വെച്ച്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരാണ് CP ഗോവിന്ദപിള്ള. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകരാൻ ആരംഭിച്ച മാസിക ഏത്? 1906 ആരംഭിച്ച മുസ്ലിമാണ്. മുസ്ലിം ലീഗ് ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷം ഏതാണ്? 1906 ആണ്. അൽ ഇസ്ലാം എന്താണ്? ഒരു അറബി മലയാളം മാസികയാണ്. 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി രചിച്ച അറബി മലയാളം മാസിക ഏതാണ്? അൽ ഇസ്ലാം. 1931 പ്രസിദ്ധീകരിച്ച അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ദീപിക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികൾ ഏതെല്ലാമാണ്? ദൗ ഉസ്സബാഹും ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും. ചിറയൻകീഴ് താലൂക്കിൽ മുസ്ലിം സമാജം രൂപീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സമാജം സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ധർമ്മപോഷിണി പ്രസിദ്ധീകരണവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ചെക്ക് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്